പത്തനംതിട്ട കോന്നിയിലെ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡന പരാതിയിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് കസ്റ്റഡിയിലെടുത്ത യുവാവ് പറയുന്നു. കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയെന്നും മുടിയിൽ പിടിച്ച് വലിച്ചെന്നും ഇയാൾ പറയുന്നുണ്ട്. 3-ാം തീയതി വൈകിട്ട് പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടാണ് യുവാവിനെ വിട്ടയച്ചത്. 13-കാരി പീഡനത്തിനിരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധന ഫലത്തിലൂടെ പുറത്തു വന്നിരുന്നു. കോന്നി കൂടലിലെ പോക്സോ കേസിൽ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇന്നലെ പ്രതികളെന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്ത എല്ലാവരെയും തന്നെ പോലീസ് വിട്ടയച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്തതിൽ ഒരു 20-കാരൻ പയ്യൻ തന്നെ മർദ്ദിച്ചു, കൂടൽ പോലീസ് തന്നെ മർദ്ദിച്ചു എന്നുള്ള ആരോപണവുമായി മുന്നോട്ട് വരികയായിരുന്നു. താൻ ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് യുവാവ് പറയുന്നത്. അവർ മാറി മാറി അടിക്കുമായിരുന്നു. എന്നിട്ട് ബൂട്ടിട്ട് കാലിലിട്ട് ചവിട്ടി ഇങ്ങനെ കറക്കുമായിരുന്നു. എന്നിട്ട് ചെവിയിലെല്ലാം പിടിച്ച് വലിച്ചു പൊക്കി. ഇവനാണെങ്കിൽ 2023 ഡിസംബർ മാസം ബൈപ്പാസ് പോലെ AST ക്ലോഷർ എന്ന് പറഞ്ഞിട്ടൊരു സർജറി ചെയ്തായിരുന്നു. ഹാർട്ടിന് ഹോളുള്ളത്. ഒന്നാമത് വയ്യാത്ത പയ്യനുണ്ട്. ആ അവസ്ഥയിൽ എന്തെങ്കിലും കാർഡിയക് അറസ്റ്റോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ നിൽക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കേ നഷ്ടമായിട്ട് പോകത്തുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 13-കാരിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. സഹപാഠികൾ ഉൾപ്പെടെ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുട്ടി 10 പേരുടെ പേരായിരുന്നു ചൈൽഡ് ലൈൻ നടത്തിയ കൗൺസിലിംഗിൽ തുറന്നു പറഞ്ഞത്. അതിൽ പോലീസ് തിരിച്ചറിഞ്ഞ 6 പേരെയാണ് പ്രതികളെന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം വൈദ്യപരിശോധനയിലും മൊഴിയിലും സാഹചര്യങ്ങളിലുമൊക്കെ പൊരുത്തക്കേടുകളാണ് വന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും വെറുതെ വിടേണ്ടി വന്നു. മുൻവൈരാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തിന് ഇത്തരത്തിൽ 10 പേരുടെ പേരുകൾ പറഞ്ഞ് ഇത്തരത്തിലൊരു പരാതി നൽകണം? പേര് പറയുമ്പോൾ എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് കാരണം മനസ്സിലായി. കാരണം ഞങ്ങൾ ആ സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഈ കുട്ടിയുടെ സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം കുട്ടിയുടെ അനീതിയാണെന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. 4 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു, 2 പേർ പ്രായപൂർത്തിയായവരായിരുന്നു. അതിലൊരാളാണ് ഇപ്പോൾ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ 6 പേരെയും 3-ാം തീയതി വൈകുന്നേരം കസ്റ്റഡിയിലെടുത്തിട്ട് ഇന്നലെ വൈകുന്നേരം, അതായത് 4-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താതെ തിരിച്ചയച്ചത്.